അടുത്ത കാലം വരെ കേരളത്തിൽ ഏറ്റവും വലിയ വലിയ ജമ്മിമാർ മാത്രമേ ആന മേടിച്ചിരുന്നുള്ളൂ. കുറേ നമ്പൂരി ഇല്ലങ്ങളോ അങ്ങനെ ചില ഇല്ലങ്ങളൊക്കെ ഉള്ളൂ. അതിൽ തന്നെ വളരെ അപൂർവം ആളുകളെ ആനയെ ക്ഷേത്രങ്ങളിലേക്ക് നടയിരുത്തുകയും ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല, ധാരാളം ആളുകൾ പണമുള്ളവരും അല്ലെങ്കിൽ ഇല്ലാത്തവരും ഒക്കെ കൂടി ധാരാളം ആനകളെ മേടിക്കാറുണ്ട്. ആനകളെ പല ക്ഷേത്രങ്ങളിലേക്കും നട ഇരുത്തുകയും ചെയ്യാറുണ്ട്. ഇത് ആനകൾ ഇങ്ങനെ നടയിരുത്തപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് ആന ഉണ്ടാവുന്നത്. അതൊരു വ്യക്തികളിൽ നിന്ന് വ്യക്തികൾ മേടിച്ച് അതിനെ ക്ഷേത്രത്തിലേക്ക് നടയിരുത്തുകയാണ്. അങ്ങനെ നടയിരുത്തുന്നതായ ആ വലിയ കർമ്മം ഈ വരുന്നതായ അർജുനൻ എന്ന് പറഞ്ഞ ആന ഈ അടുത്ത ദിവസങ്ങളിൽ തിരുവമ്പാടിയിലേക്ക് നടയിരുത്തപ്പെട്ടതായ നല്ല ഒരു കൊമ്പനാണ്. അതിൻ്റെ അവദാനങ്ങൾ, അതിൻ്റെ കഥകൾ, അതിൻ്റെ ചരിത്രങ്ങൾ, അത് എവിടുന്ന് വന്നു, എങ്ങനെയൊക്കെ കൈമാറി വന്നിട്ട് ഇപ്പോൾ തിരുവമ്പാടി അമ്പലത്തിലെ കഴകക്കാരനായിട്ട് മാറിയത് എങ്ങനെയാണ് എന്നുള്ളതായ കഥകളിൽ കൂടിയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പൂരനഗരിയിലേക്ക് അല്ല, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ പൂരങ്ങളുടെ പൂരമെന്ന് പുകഴ്പെറ്റ സാക്ഷാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ നടുത്തളത്തിലേക്ക് ഇതാ ഒരാന തിരുമകൻ കൂടി. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന നടത്തിപ്പുകാരായ തിരുവമ്പാടി പാറമേക്കാവ് തട്ടകങ്ങളുടെ ഗജസമ്പത്തിലേക്ക്, തിരുവമ്പാടി കണ്ണൻ്റെ മാതംഗ സേനയിലേക്ക് പുതിയൊരു താരോദയം കൂടി. അർജുൻ, തിരുവമ്പാടി അർജുൻ. ഇനിയുള്ള തൃശ്ശൂർ പൂരങ്ങളിൽ ആർത്തിരമ്പുന്ന ജനസാഗരത്തിൻ്റെ ഹൃദയചക്രവാളങ്ങളിൽ ആവേശത്തിൻ്റെ 100 മാരിവിൽ തിളക്കങ്ങളായി വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരം കടന്ന് പുറത്തേക്കിറങ്ങുന്ന തിരുവമ്പാടിയുടെ 15 അംഗ പടനായകന്മാരിൽ, അല്ല ഗജരാജാക്കന്മാരിൽ ഇവനുമുണ്ടാകും. ഈ തിരുവമ്പാടി അർജുനുമുണ്ടാകും. തൃശ്ശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലേക്ക് കാനിങ്ങാട്ട് രാമചന്ദ്രമേനോൻ എന്ന KRC മേനോൻ നടക്കിരുത്തിയ ആനച്ചന്തമാണ് തിരുവമ്പാടി അർജുൻ. തിരുവമ്പാടി ശിവസുന്ദറും തിരുവമ്പാടി ചന്ദ്രശേഖരനും തിരുവമ്പാടി രാമഭദ്രനും തിരുവമ്പാടി ഉണ്ണികൃഷ്ണനുമെല്ലാം ഊടും പാവും മെനയുന്ന തിരുവമ്പാടിയുടെ ആനപ്പെരുമകൾക്കും ആനച്ചരിതങ്ങൾക്കും പുതിയ ഭാവതലങ്ങൾ എഴുതി ചേർക്കാനെത്തിയിരിക്കുന്ന അർജുൻ ജന്മം കൊണ്ട് ഒരു ഉത്തരേന്ത്യനാണ്. അന്തർ സംസ്ഥാന ആനക്കൈമാറ്റങ്ങൾക്ക് മേൽ നിയമത്തിൻ്റെ നിയന്ത്രണങ്ങൾ കർശനമാവുകയും കേരളത്തിനകത്ത് തന്നെയാണെങ്കിൽ കൊടുക്ക വാങ്ങലിനായി പഴയതുപോലെ നല്ല ആനകൾ രംഗത്തില്ലാതാവുകയും ചെയ്ത സാഹചര്യത്തിൽ നീണ്ട നാളത്തെ അന്വേഷണങ്ങൾക്കും കാത്തിരിപ്പിനും ശേഷമാണ് തിരുവമ്പാടിയിൽ നടക്കിരുത്തുന്നതിനായി ഈ ഗജരാജതിലകത്തെ KRC മേനോനും അദ്ദേഹത്തിൻ്റെ മിത്രങ്ങളും ചേർന്ന് കണ്ടെത്തുന്നത്. ഉത്തർപ്രദേശിൽ നിന്നും 2000 ആണ്ടിൽ മലയാളക്കരയിലേക്കെത്തിയ ഈ ആനച്ചന്തം കൊല്ലം വഴി പല കൈമറിഞ്ഞാണ് KRC മേനോൻ്റെ കൈകളിൽ എത്തിച്ചേരുന്നത്. സ്വദേശത്തും വിദേശത്തുമായി വ്യാപരിച്ചു കിടക്കുന്ന വ്യവസായ ശൃംഖലയുടെ അമരക്കാരനായ മേനോൻ ഒരാനയെ നടക്കിരുത്തുകയെന്ന ഇമ്മിണി വലിയൊരു നമ്മൾ ചെയ്യുന്ന വഴിപാട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ഏറ്റവും നല്ല സാധനം ഈശ്വരന്മാർക്ക് കൊടുക്കുക എന്നാണ്, അല്ലേ? അല്ലാണ്ട് ചീത്ത ഒരു സാധനത്തിനെ കൊണ്ട് കൊടുക്കാനല്ല. അതുകൊണ്ട് ഇപ്പോൾ ഈശ്വരന്മാർക്ക് കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു സാധനം, ഏറ്റവും മഹത്വമായ സാധനം. അതിനെ പോരാ, അതിന് ഈശ്വര ചൈതന്യം കൂടി ഉണ്ട്. ഗണപതിയുടെ പ്രത്യക്ഷ ഗണപതിയാണെന്നാണ് നമുക്ക് സങ്കല്പം. അപ്പോൾ അതിനെ നടക്കിയിരുത്തുന്നത് അഷ്ട ഐശ്വര്യങ്ങളും സിദ്ധിക്കുന്നതിന് കാരണമാകും എന്നാണ് നമ്മുടെ ഒരു സങ്കല്പം. അങ്ങനെയല്ലേ? അതെ. അങ്ങനെ മേനോൻ സാറിന്റെ ഈ ആനയെ നടക്കിരുത്തിയതിന് ഒരു കാര്യം പറയാനുണ്ടാവുമല്ലോ അല്ലേ? അതെന്താണ് ഇപ്പം ഈ നടക്കിരുത്തിയത്? അത് എനിക്ക് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ഒരു സ്ഥാപനം ഞാൻ വിൽക്കാൻ വേണ്ടി കഷ്ടപ്പെടായിരുന്നു. ഒരു 3-4 മാസം അതിങ്ങനെ 11th അവറിൽ സ്ലിപ്പായി പോവും. എല്ലാം ശരിയാവും, അവസാനത്തെ നിമിഷം ഇതായി പോവും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തിരുവമ്പാടിയിലെ 2 പേര് എൻ്റെ ഒരു ദിവസം വീട്ടിൽ വന്നത്. അവരിയ്ക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ ഇത് വിഷമിച്ചിരുന്നിരിക്കുന്നത്. അന്നൊരെണ്ണം ഡീല് അബോട്ട് ചെയ്ത് പോയി. അപ്പോൾ അവർ പറഞ്ഞു, സാറിനൊരു ആനയെ നടയിരുത്താൻ കണ്ണനെ ഒന്ന് ഇറങ്ങി നോക്കുമോ, ചിലപ്പോൾ ശരി. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ശനിയാഴ്ച ഞാൻ പോവായിരുന്നു. രാവിലെ ഞാൻ അവിടെ പ്രാർത്ഥിച്ച് നമസ്കരിച്ച് തിരുവമ്പാടി കണ്ണനോട് പറഞ്ഞത് റെഡി ആവുകയാണെങ്കിൽ ഒരു ആനയെ നടയിരുത്തിക്കോളാം. പക്ഷെ ഇപ്പോൾ തിങ്കളാഴ്ച ഞായറാഴ്ച ഒരു ഡീല് വന്നു, തിങ്കളാഴ്ച അത് ഫിനിഷ് ചെയ്തു.
ഇമ്മീഡിയറ്റ്ലി 2 ദിവസം. അത് നമ്മളിപ്പോൾ അത് 100% തന്നെ ആയിക്കൊള്ളുന്നില്ല, ടൈമായിരിക്കും എന്നിവ എനിക്കതൊരു വിശ്വാസമായി. പിന്നെ നമ്മുടെ പ്രോമിസ് നമ്മൾ ചെയ്യണമല്ലോ. എന്നാൽ അപ്പോൾ പിന്നെ അപ്പോൾ തൊട്ട് ആനയെ അത് കഴിഞ്ഞ സെപ്റ്റംബറിലുണ്ടായ സെപ്റ്റംബർ എൻഡിൽ ഒക്ടോബർ തൊട്ട് ഞാൻ ആനയെ അന്വേഷിക്കാൻ തുടങ്ങി. അതായിരുന്നു ഏറ്റവും വലിയ ഡിഫിക്കൽട്ട്. അതെ, ഒരു 50-60 ആനയെ കണ്ടിട്ടുണ്ടാവും ഞാൻ. പിന്നെ ഒരു രക്ഷയില്ല. കാരണം നമ്മളിത് വാങ്ങിക്കാൻ പോവാന്ന് അറിഞ്ഞാൽ തന്നെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് അങ്ങനെ വിളിച്ച്, നല്ല ആനയാണ് കൂടി വിളിച്ച് പറയും. ഇപ്പോൾ ഇതിനെ തന്നെ പലരും വിളിച്ച് പറഞ്ഞു അത് അങ്ങനെയാണ് കൂട്ടത്തിൽ കുത്തും, അത് അയ്യോ ഭയങ്കര പ്രശ്നമുണ്ട്. പിന്നെ അതിന് അത്ര വിലയില്ല. അതെ മുടക്കാൻ എന്തോ അത് മുടക്കാൻ കൂടി വേണം. അതെ, സോ കോൾ ബ്രോക്കേഴ്സ്, അവർക്ക് ആന പറ്റി ഒന്നും അറിയില്ലേനു. ഒരു കമ്മീഷൻ ഇതിനെ പക്ഷേ ആരും അറിഞ്ഞില്ല, കൂടുതൽ ആൾക്കാരൊന്നും അറിഞ്ഞില്ല. ഞങ്ങൾ പോയി കണ്ടു, ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി കണ്ടു, സുന്ദരമേനും അവരെ കൂടി ഇപ്പോൾ കണ്ടു. അവർ എന്നോട് പോയി കാണാൻ പറഞ്ഞു. ഞാൻ പോയി കണ്ടു, എനിക്കത് ഇഷ്ടപ്പെട്ടു, ഓൺ ദ സ്പോട്ട് ഫിക്സ് ചെയ്തു. പിന്നെ ഡിസ്കഷനൊന്നും ഉണ്ടായില്ല. ഞാനൊരു ഫോട്ടോ എൻ്റെ മോനെ അയച്ചു കൊടുത്തു, അവനന്ന് ബ്രസീലിലായിരുന്നു. അത് ഇഷ്ടപ്പെട്ടു, ഉടനെ അത് ഡീല് ഫിനിഷ് ചെയ്തു. ഉത്തരേന്ത്യയിൽ നിന്നെത്തുന്ന ആനകളുടെ ഊരും പേരുമൊന്നും നമ്മൾ മലയാളികൾക്ക് ഒരു പ്രശ്നമല്ല. എടുത്തോ പിടിച്ചോ എന്ന മട്ടിൽ കുറച്ചധികം ഉയരവും അത്യാവശ്യം തലയെടുപ്പുമുണ്ടെങ്കിൽ മലയാളി മാമന്മാർക്ക് കുശാലായി. ജാതകവും കുടുംബമഹിമയും മേൽവിലാസവുമെല്ലാം അത് കഴിഞ്ഞുള്ള അപ്രധാന വാർത്തകൾ എന്നുള്ളതാണ് വൈപ്പ്. പല കൈമറിഞ്ഞ് അവസാനം ഏതെങ്കിലും ഒരാളുടെ സ്വന്തമായി കഴിയുമ്പോൾ ശങ്കരനെന്നോ പാക്കരനെന്നോ പപ്പനാവനെന്നോ എന്തെങ്കിലും ഒരു നാടൻ പേര് ഓരോ ആനയ്ക്കും കിട്ടുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ഒരു പേരിട്ട് വിളിക്കുന്ന ആനപ്പിറപ്പുകളുടെ യഥാർത്ഥ പേരെന്തായിരുന്നെന്നോ അവർ എവിടെ നിന്നാണ് ഈ നാട്ടിലേക്ക് എത്തിച്ചേർന്നതെന്നോ പോലും നല്ലൊരു ശതമാനം ആന ഉടമകളും അന്വേഷിക്കാറില്ലെന്നത് പച്ച പരമാർത്ഥം. എന്നാൽ ഇവിടെ നമ്മുടെ ഈ കഥാനായകൻ്റെ കാര്യത്തിൽ എന്തായാലും അങ്ങനെ ഒരു പ്രശ്നമില്ല. ആളെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിലും തറവാട്ട് പേര് പറഞ്ഞാൽ നാട്ടുകാർ മുത്തിക്കൊണ്ടു പോവും എന്ന് പറഞ്ഞതുപോലെയാണ് ഇവൻ്റെ കാര്യം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ധീരദേശാഭിമാനികളുടെ നിരയിലെ പെൺകരുത്തായിരുന്ന ഝാൻസി റാണിയെ ഓർമ്മയില്ലേ? ചരിത്രത്തിൻ്റെ സുവർണ അധ്യായങ്ങളിൽ തങ്കലിപികൾ കൊണ്ട് എഴുതി ചേർക്കപ്പെട്ട ഇതിഹാസ വനിത റാണി ലക്ഷ്മിഭായിക്ക് കർമ്മഭൂമിയായി മാറിയ അതേ ഝാൻസി, അവിടെയായിരുന്നു ഇവനും ജീവിതമെന്ന രണാങ്കണത്തിലേക്കായുള്ള ചുവടുകൾ ഓരോന്നും പയറ്റി തെളിഞ്ഞത്. ഉത്തർപ്രദേശിലെ സമീർപൂർ ഡിസ്ട്രിക്റ്റിൽ ബുഡിയാടി എന്ന കുഗ്രാമം ഝാൻസിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന മേഖലയാണ്. യഥാർത്ഥ ശത്രുവിനെ എതിരിച്ചു നിന്നിരുന്നു. ബുഡിയാടി ഗ്രാമത്തിലെ മിയാദുൾ എന്ന നാട്ടുപ്രമാണിയുടെ അഭിമാനവും അരുമയുമായിരുന്ന രാജ എന്ന ഗജവീരനായിരുന്നു ആ ഒറ്റയാൻ രാജ. മേനോനേക്കാൾ അല്പം കൂടി കടന്ന ആനപ്രേമിയായ പുത്രൻ അർജുൻ്റെ നാമമാണ് ഇവനിപ്പോൾ ചാർത്തപ്പെട്ടിരിക്കുന്നത്. തിരുവമ്പാടിയുടെ അഭിമാനമാകേണ്ടവനായതിനാൽ നടക്കിരുത്തും മുമ്പേ തന്നെ തിരുവമ്പാടി അർജുൻ എന്ന് വിളിച്ചു തുടങ്ങുകയും ചെയ്തു. എന്തോ ഇത് നമ്മൾ ചെന്ന വഴിക്ക് ഇതുമാതിരി കാൽക്കാലികളുടെ പറയുന്നുണ്ടല്ലോ, നമ്മൾ ചെന്ന വഴിക്ക് അവൻ ഇങ്ങനെ മൂത്ത വയ്ക്കലും വിണ്ടറിലും അത് ഈ നാൽക്കാലിക്കൽ ശുഭലക്ഷണമായിട്ട് പറയും. പിന്നെ നമ്മൾ പഴക്കൊടുത്തത് ഇതപ്പോൾ കണ്ടപ്പോൾ ആകെ ഒരു അട്രാക്ഷൻ തോന്നിയതില്ല. നമ്മുടെ മനസ്സ് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പിന്നെ സ്വീകരിച്ചു. അപ്പൊ ഈ ആന നമ്മളിപ്പോ ക്ഷേത്രത്തിലേക്ക് നടക്കിരുത്താമെന്ന് വിചാരിച്ച് തന്നെ വാങ്ങുന്നു. വാങ്ങിയ ശേഷം 3-4 മാസം സാറ് നിർത്തി രക്ഷിക്കുന്നു അല്ലെ? സാറിന്റെ മോനായിട്ടുള്ള അർജുന്റെ പേര് ആനക്ക് ഇടുന്നത്. സാറിന് ഒരു ആനക്കമ്പം നേരത്തെ നേരത്തെ തന്നെ ഉണ്ട്. ഇവിടെ 2 ദിവസത്തിന് വന്നാൽ കൂടി നമ്മൾ ആനപ്പറമ്പ് പോവും, ആനകൾക്ക് ഇതിനും. പിന്നെ എന്റെ ക്ലോസ് ഫ്രണ്ടാണ് സുന്ദരമേനോൻ, അദ്ദേഹത്തിന്റെ 2 ആനയുണ്ട്. അപ്പൊ അവരെ വീട്ടിൽ കൊണ്ടുവരും ഒക്കെ ചെയ്യും. അതുമാതിരി തിരുവമ്പാടി അമ്പലത്തിന്റെ ആനകളും വരാറുണ്ട്. മോനാനക്കം പോയിട്ടുള്ളത് എങ്ങനെയാണ്? എനിക്ക് പണ്ട് തൊട്ട് എൻ്റെ ഒരു കസിൻ മുഖാന്തരം ഞാൻ പിന്നെ ഇവിടെ പഠിക്കാത്ത കാരണം എപ്പോൾ വരുമ്പോഴും ഒന്നിലോ പിതൃകോവിലിൽ അല്ലെങ്കിൽ ഗുരുവായൂർ ആനക്കോട്ടയിൽ പിന്നെ തിരുവമ്പാടിയിലത്തെ ആനകൾ തന്നെ വെറുതെ കാണാൻ പോകും. അത് പണ്ടേ തൊട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ ആന കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഉണ്ട്. അതിലെല്ലാം എല്ലാത്തിലും ചേർന്നുണ്ട്.
അപ്പൊ ഈ ആന നമ്മളൊരു അർജുൻ വന്നു, അർജുന്റെ പേര് തന്നെ ആനക്കിട്ടു, നാളെ നടക്കിരുത്തുന്നു എന്ന് പറയുമ്പോഴേ എന്താണ് അർജുന്റെ ഒരു വികാരം? ഇതിനുള്ളിൽ നിങ്ങളുടെ ഒരു വളരെ പെറ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടാവില്ല? ഇവൻ വന്നതിന് ശേഷം എനിക്ക് മറ്റാന വന്ന എന്റെ അടുത്ത്. എപ്പോഴും ഇത് പറയില്ല, ഒരു കാലിന്റെ കാലെടുത്ത് പോയപ്പോ ഇപ്പൊ ഇതന്നെ ഇവൻ തിരുവമ്പാടി പോണു, അവിടെ ഓൾറെഡി ഒരു പെണ്ണാന വരാൻ പോണു. തിരുവമ്പാടിയിലേക്ക്? ആ, ഇത് ഇവൻ ചെല്ലുന്നുള്ളൂ, അതിന് മുമ്പ് അവിടെയും ഒരു ആന വരാൻ പോണു. വരുന്നുണ്ട് അവിടെ നല്ല ഇതുപോലെ. പക്ഷെ ഭയങ്കര വിഷമാണ്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. 2 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഭയങ്കര കാര്യം, പോണില്ല, പോയാലും നമ്മളെ അടുത്ത് തന്നെയാണ്. ഇന്നലെ എന്റെ ഫ്രണ്ട്സ് ഞങ്ങൾ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ചോദിക്കായിരുന്നു, എന്താ അത്ര അധികം ടെൻഷൻ എടുക്കേണ്ട കാര്യം എന്താ അറിയില്ല. നമുക്കത് നമ്മുടെ കയ്യിൽ നിന്നൊരു നമ്മുടെ ഒരു മകൻ പോകുന്നൊരു അതെ പ്രതീതി. അതെ, നല്ല രാശിയും കൈപുണ്യവുമുള്ളവനാണ് അർജുൻ. അർജുൻ എത്തിയതിൻ്റെ ചൂടാറും മുമ്പേ മേനോൻ മറ്റൊരാനയെ കൂടി വാങ്ങി. കൗമാരതാരമായ ജയറാം. ഇപ്പോൾ ജയറാമും അർജുനും രാമലക്ഷ്മണന്മാരെ പോലെയാണ്. ചേട്ടൻ അർജുൻ നാളെ തിരുവമ്പാടിയിലേക്ക് കുടിയേറുന്നതിൽ അനൽപമായ വിഷമം ജയറാമിനുമുള്ളപ്പോൾ തന്നെ അവൻ ഇത്തിരി സന്തോഷവും ഉണ്ടാകാതെ തരമില്ല. ചേട്ടൻ സ്ഥലം വിട്ടാൽ പിന്നെ മുതലാളി കൊണ്ടുവരുന്ന കരിമ്പും ശർക്കരയും തണ്ണിമത്തനുമെല്ലാം ഒറ്റയ്ക്ക് ശാപ്പിടാമല്ലോ എന്ന സന്തോഷം. പക്ഷേ വേർപാടിൻ്റെ വേദന അത് അനുഭവിക്കാൻ തുടങ്ങുമ്പോഴാണ് തീവ്രമാകുന്നതെന്ന് കൊച്ചു ജയറാമിനറിയില്ലല്ലോ. പക്ഷേ വേർപിരിയലും നാടുവിടലുമൊക്കെ അർജുൻ എന്ന രാജയ്ക്ക് എന്തായാലും പുത്തരിയല്ല. വടക്കൻ നാട്ടിൽ അവൻ്റെ പ്രധാന ആഘോഷങ്ങളിലൊന്ന് മധ്യപ്രദേശിലായിരുന്നു. അവിടെ സാമാന്യം വലിയൊരു കുന്നിൻ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് താഴെ നിന്നും വലിയൊരു രഥം 2 ആനകൾ ചേർന്ന് കെട്ടിവലിച്ച് മലമുകളിലേക്ക് എത്തിക്കുന്നത് ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങാണ്. എത്ര വലിയ കയറ്റമാണെന്ന് പറഞ്ഞാലും ശരി, ഇത്തിരിയില്ലാത്ത ഒരു രഥം 2 ആനകൾ ചേർന്ന് കെട്ടിവലിച്ചാൽ പുഷ്പം പോലെ കയറിപ്പോകുമെന്നല്ലേ ആരും പ്രതീക്ഷിക്കൂ. പക്ഷേ അവിടെയാണ് പണി പാളുന്നത്. തേരുവലിയെന്നാണ് പറച്ചിലെങ്കിലും ആനകൾ വലിക്കുന്ന തേരിലേക്ക് ആ സമയം 100 കണക്കിന് ആളുകൾ അള്ളിപ്പിടിച്ചു കയറി സ്ഥാനം പിടിക്കുകയും തൂങ്ങിക്കിടക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ നല്ല തഴക്കവും പഴക്കവുമുള്ള ആനകളല്ലെങ്കിൽ ആളും തേരുമൊക്കെ മലയുടെ പാതി വഴിയിലെത്തുമ്പോൾ കടിച്ചു വലിക്കുന്ന കയറിലെ പിടി ആനകളെങ്ങാനും വിട്ടാൽ എല്ലാം കൂടി തവിട് പൊടിയാകുമെന്ന് ഉറപ്പ്. എങ്കിലും ആനകൾ പിടിവിട്ടാലോ എന്ന ആശങ്കയിൽ അവരുടെ കഴുത്തിലൂടെയും ചുമലിലൂടെയും വടങ്ങൾ ബന്ധിച്ചാണ് രഥം വലിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ കഥാനായകനായ ഈ രാജ തേരുവലിയിൽ ശരിക്കും ഒരു ഖലാസി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ തേരുവലിയിലെ ഉസ്താദായിരുന്ന രാജയെ വേണ്ടപ്പെട്ടവർ കാലേക്കൂട്ടി ബുക്ക് ചെയ്യും. വിയാതുൾ ചോദിക്കുന്ന കാശ് എണ്ണിക്കൊടുക്കുകയും ചെയ്യും. അന്ന് അവിടുത്തെ ആ തേരുവലിയിൽ കുറെ കാലം രാജയുടെ പങ്കാളിയായി ഒപ്പമുണ്ടായിരുന്ന ആനയാണ് കഴിഞ്ഞ ആഴ്ച തൃശ്ശൂരിൽ ചരിഞ്ഞ സൂര്യൻ എന്ന് പറയപ്പെടുന്നു. ഉത്തരഭാരതത്തിൽ നിന്നും ഒട്ടേറെ കെങ്കേമന്മാരെ മലയാള മണ്ണിലേക്ക് ആനയിച്ചിട്ടുള്ള പുത്തൻകുളം ഷാജിയാണ് രാജയെ കണ്ടെത്തി പുതിയ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. 2000 ആണ്ടിലാണ് ഷാജി രാജയെ കച്ചവടമാക്കുന്നത്. പക്ഷേ കച്ചവടം കഴിഞ്ഞിട്ടും ചെറിയൊരു പ്രശ്നം. മധ്യപ്രദേശിലെ ഉത്സവത്തിനും ഡൽഹിയിലെ ചില പ്രോഗ്രാമുകൾക്കുമൊക്കെ നേരത്തെ രാജ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അന്നേ വരെ അവൻ ലോറിയിൽ കയറിയിട്ടില്ല. യാത്രകളെല്ലാം കാൽനട സർവീസായിട്ടായിരുന്നു. ലോറിയിൽ കയറ്റാൻ ശ്രമിക്കുമ്പോഴേ ആന നിന്ന് കിടുകിടാ വിറയ്ക്കുകയാണ്. ലോറിയിൽ കയറ്റാതെ കേരളം വരെ എത്തിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് തന്നെ കാര്യവുമില്ല. അവസാനം ഷാജി ഒരു തന്ത്രം പയറ്റി നോക്കി. ലോറി ഒരു മണൽത്തിട്ടയോട് ചേർത്ത് നിർത്തി. എന്നിട്ട് ആനയെ ലോറി കാണിക്കാതെ പിന്നോട്ട് നടത്തി നേരെ കൊണ്ടുവന്ന് ലോറിയിൽ കയറ്റി. എന്തായാലും അത് ഏറ്റു. ഇത്തിരി നേരത്തെ പിടച്ചിലും ബഹളവും ഒക്കെ കഴിഞ്ഞപ്പോൾ സംഗതി കൊള്ളാമല്ലോ എന്ന് ഝാൻസി രാജായ്ക്ക് തന്നെ തോന്നിക്കാണും. നിങ്ങൾക്ക് എല്ലാവർക്കും ആനപ്രേമുണ്ടല്ലേ?
നിങ്ങളുടെ ഈ ഒരു അർജുനോടും ജയറാമിനോടൊക്കെ ഉള്ള നിങ്ങളുടെ ഒരു താല്പര്യം എങ്ങനെയാ? പോകാറുണ്ടോ? നിങ്ങൾ അടുത്തൊക്കെ പോകാറുണ്ടോ? പോകാറുണ്ട്. അപ്പൊ നാളെ ഈ ആന വന്ന കാലം പോലെ ചേട്ടൻ കാണുന്നുണ്ട്. നാളെ അർജുനെ തിരുവമ്പാടിയിൽ നടക്കിരുത്തുകയാണ്. എന്താണ് അതിനോട് നിങ്ങളുടെ ഒരു വികാരം? എന്താണ് അതിനോടുള്ള പ്രതികരണം? അത് പോകുമ്പോ മനസ്സിട്ടൊരു വിഷമുണ്ട്. ഉണ്ട്. തൃശ്ശൂര് ഇനിയിപ്പോ പോകുമ്പോ തൃശ്ശൂർ പൂരത്തിന് അതിലൊരു പ്രമുഖ സ്ഥാനത്ത് നിൽക്കും എന്നൊക്കെ പറയുമ്പോ പോലും നാടിനെ വിട്ടുപോകുന്ന ഒരു വിഷമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. എങ്ങനെയാണ് ഇത്ര നാളുള്ള അർജുനോടുള്ള ഒരു അടുപ്പം എങ്ങനെയായിരുന്നു? അടുപ്പെന്ന് വെച്ചാൽ അത് കാലത്ത് ഒരു 6 മണിക്ക് നമ്മളോട് ചെല്ലും. എന്നിട്ട് ആൾക്ക് പട്ടിട്ട് കൊടുത്തു. മുമ്പ് തന്നെ മലപ്പുറമുള്ള പീത്തപ്പഴം മറ്റേ കഞ്ഞി കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യാറ്. ചേട്ടൻ തന്നെ കൊടുക്കാറുണ്ട്? കൊടുക്കാറുണ്ട്. അപ്പന്മാരൊന്നും ഇല്ലെങ്കിലും ഇല്ല, ചിലപ്പോ ഉണ്ടാവും. ഇനിയിപ്പോ ഇല്ലാന്ന് വെച്ചാൽ ഞങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഒരു കുഴപ്പമില്ല. ഇല്ല, വളരെ ഫ്രണ്ട്ലിയാണ്, ഇഷ്ടമാണ്. പിന്നെന്താ, അപ്പൊ അവനങ്ങനെ നാടിനെ വിട്ട് പോകുമ്പോ ഒരു സങ്കടമുണ്ട്. പിന്നെ കാര്യമായിട്ടുണ്ട്. ഒരു ചെറിയ കരച്ചിലൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ഉണ്ടല്ലേ? അത് നമ്മുടെ ഒരു വീട്ടില് നമ്മൾ വളർത്തിയിരുന്ന പശുവിനൊക്കെ അങ്ങനെ പോകുന്ന ഒരു സങ്കടമുണ്ട്. എന്ത് പറയാ. പിന്നെ നമ്മളൊരു വലിയൊരു മകളെ നമ്മൾ കഷ്ടപ്പെട്ട് വലിയ പെൺമക്കളെയൊക്കെ വളർത്തി വലുതായി കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് വിടേണ്ട പോലെ തന്നെയാണല്ലേ? ഞാനും കൊടുക്കും. ഇന്നൊക്കെ വിഷമയ്യേ ആണ്. ചോദിക്കും വിഷമം കൂടിയോ? വിഷമയ്യത്. അപ്പൊ നാളെ അവിടെ പോയി ഇത് കാണുന്നില്ലേ? പിന്നെ വരുന്ന പറഞ്ഞിട്ടേ. പിന്നെ അതൊരു സമ്മാനം. ഇതുണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ എന്താണ് അർജുനോടും ഇതിനോടൊക്കെ ഉള്ളൊരു ഇഷ്ടം എങ്ങനെയാണ്? നാളെ ഈ ചേട്ടനെ പോലെ തന്നെ നിങ്ങൾക്ക് സങ്കടം ഉണ്ടോ? ഉണ്ട്. അപ്പൊ നാളെ എന്റെ നടക്കിരുത്തൽ കാണാൻ പോകുന്നുണ്ടോ? പോണെന്നൊക്കെ അച്ഛനും അമ്മയൊക്കെ വിടുവോ? പെർമിഷൻ മേടിച്ചോ? മേടിക്കണം അല്ലേ? ഇയാൾക്കും ഇഷ്ടമാണ് ഭയങ്കര. പെൺകുട്ടികൾക്കൊക്കെ ആനപ്രേമുണ്ട് ഇവിടെ? ഉണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ആന ഏതാ? ഗുരുവായൂർ കേശവനായിരുന്നു. കേശവനെ കണ്ടിട്ടുണ്ടോ? അല്ല, ഫോട്ടോയിൽ മാത്രം ഫോട്ടോയിൽ കണ്ടിട്ടുള്ള കേശവനോടാണ് ഏറ്റവും ഇഷ്ടം അല്ലേ? അപ്പൊ ഒരു ഫോട്ടോ മാത്രം കണ്ടൊരു ചെറുക്കനെ വലുതായി കഴിയുമ്പോ കല്യാണം കഴിച്ചോളാൻ വീട്ടുകാർ പറഞ്ഞ സമ്മതിക്കുവോ? സമ്മതിക്കേണ്ടി വന്ന സമ്മതിക്കും. അങ്ങനെയല്ലേ? നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് കേശവനെ പോലെ തന്നെ എല്ലാം കൊണ്ടും യോഗ്യനാണെന്ന് തോന്നിയാൽ നമ്മള് സമ്മതിക്കും. നേരത്തെ ഇവിടെ നമ്മൾ ഈ ആനയുടെ ഉടമസ്ഥനായിട്ടുള്ള മേനോൻ സാർ ചോദിക്കുന്നതായിട്ടുള്ള ആനപ്പാപ്പാനായിട്ട് പോകുന്നുണ്ടോ? ഒരു പാപ്പാത്തിയായിട്ട് പോകാൻ ഇഷ്ടമാണോ? വീട്ടുകാരെ സമ്മതം കൂടി വേണ്ടേ? വീട്ടുകാരെ സമ്മതിച്ചാ പോവോ? ധൈര്യമുണ്ട്. എന്താ മോളുടെ പേര്? കാർത്തിക. കാർത്തിക. ആനയെ വാങ്ങിയ ശേഷം മാസങ്ങളോളം മേനോൻ അവനെ കാര്യമായി പരിപാലിച്ചു. എന്നുവെച്ചാൽ ഏതാണ്ട് 4 മാസത്തിലേറെ ദീർഘിച്ച മതപ്പാട് കാലം മുഴുവൻ ഭംഗിയായി നിന്ന് ഒലിച്ചു കഴിഞ്ഞ് ഏയ് എനിക്കിനി യാതൊരുവിധ അസ്ക്യതകളും ഇല്ലെന്നേ എന്ന് ആന തന്നെ 4 ആളെ വിളിച്ചുകൂട്ടി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് നടക്കിരുത്തുവാനായി ഒരുക്കിയിട്ടുള്ളത്. അർജുൻ്റെ മതപ്പാട് ഉൾപ്പെടെ അവനെ വാങ്ങിക്കൊണ്ടുവന്ന ശേഷമുള്ള നല്ലൊരു സമയവും ആന മേനോൻ്റെ തറവാട് സ്ഥിതി ചെയ്യുന്ന വരടിയം ഗ്രാമത്തിലാണ് ചെലവഴിച്ചത്. ആനപ്രേമത്തിൻ്റെ ഈറ്റില്ലം എന്ന് പറയാവുന്ന തൃശ്ശൂരിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെയുള്ള ഗ്രാമമാണെങ്കിലും ഇവൻ ഞങ്ങളുടെ സ്വന്തം എന്ന അഭിമാനത്തോടെ പറയാൻ അവസരമൊരുക്കിക്കൊണ്ട് സ്വന്തം നാട്ടിലേക്ക് കടന്നു വന്ന ആന അർജുനനായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാരും വീട്ടുകാരുമെല്ലാം നമ്മുടെ സ്വന്തം കുട്ടിയെന്ന പോലെയാണ് അവനെ സ്നേഹിച്ചതും പരിഗണിച്ചതും. അന്നേ വരെ ഒരാനയെ ഒന്ന് കൈകൊണ്ട് തൊടുവാൻ പോലും തയ്യാറായിട്ടില്ലാത്ത വീട്ടമ്മ അർജുൻ്റെ കളിക്കൂട്ടുകാരിയാകുന്നു. അർജുനും താനും തമ്മിലുള്ള സ്നേഹബന്ധത്തിനിടയിൽ മറ്റൊന്നും ഒരു വിഷയമാകുന്നില്ല എന്ന ധൈര്യത്തിൽ മതപ്പാടിൽ പോലും ആനയുടെ കയ്യിൽ തീറ്റ വെച്ച് കൊടുക്കാനെത്തുന്ന നാട്ടുകാരൻ. വീട്ടുകാർ അനുവദിച്ചാൽ താൻ അർജുൻ്റെ ചട്ടം കൈയേൽക്കാമെന്ന് യാതൊരു സന്ദേഹവുമില്ലാതെ പറയുന്ന 9ാം ക്ലാസ്സുകാരി. അങ്ങനെ ഏതാനും ചില മാസങ്ങളുടെ ഇഴയടുപ്പം കൊണ്ട്, മനപ്പൊരുത്തം കൊണ്ട് അർജുൻ എന്ന ഈ ആനപ്പിറവി വരടിയം ദേശത്ത് നിശബ്ദമായ ഒരു സ്നേഹവിപ്ലവത്തിൻ്റെ വിത്ത് വിതയ്ക്കുകയായിരുന്നു. തങ്ങളുടെ ഓമന അർജുൻ ഒടുവിൽ തിരുവമ്പാടി തട്ടകത്തിൻ്റെ സ്വന്തമാകുന്ന നേരം ഇങ്ങെത്തിയപ്പോൾ നാടിനും നാട്ടുകാർക്കും വല്ലാത്ത ഒരു വീർപ്പുമുട്ടൽ. മോൾക്ക് എങ്ങനെയാണ് ആനയോടുള്ള ഒരു കമ്പം? ഇഷ്ടായിരുന്നേ, പക്ഷെ ദൂരെ ഭയങ്കര പേടിയാ. ദൂരെ നല്ല ഇഷ്ടമാണ്. ദൂരെ നല്ല ഇഷ്ടം. സാറൊന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ശബ്ദം ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ടാക്കില്ലേ? ഒന്ന് പറഞ്ഞേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട്. കുട്ടാ കുട്ടാ വിളിക്കോ, കുട്ടാ വിളിക്കോ, വിളിക്കോ.
വിളിക്കാൻ പറഞ്ഞാൽ വിളിക്കും. കുറച്ചു കാലം കൊണ്ടാണെങ്കിൽ പോലും ഭയങ്കര ഈവൻ നീരില്ലായിരുന്നപ്പോഴും അച്ഛൻ വിളിക്കാൻ ഞാൻ പറഞ്ഞു വന്ന് വിളിക്കാൻ പറഞ്ഞാൽ വിളിക്കും. എത്ര കുത്തി നിൽക്കായിരിക്കും ഇതില് ഭയങ്കര വയലന്റ് ആയി നിൽക്കുന്ന നേരത്ത് പോലും വിളിക്കുന്നുണ്ട്. ഈവൻ ആരെങ്കിലും ചെറിയാനായിട്ട് ഇതെടുത്താ കുട്ടാ താഴ്ത്തട്ടെ എന്ന് പറഞ്ഞാൽ അപ്പടും. പക്ഷെ നമ്മൾ തിരിഞ്ഞാൽ അവനറിയും. ആ സമയത്ത് 2000 ആണ്ടിലാണ് ഝാൻസി രാജയുടെ കേരള പര്യടനം. ഇവിടെ എത്തുന്ന കാലത്ത് ശരിക്കും ഒരു ഗടാഗടിയൻ. ഉത്സവ നഗരികളിലേക്ക് ആ തടിമാടനെയും കൊണ്ട് ചെല്ലുമ്പോൾ വരുന്നത് പുല്ലുകുളങ്ങര ആനയാണെന്ന് ചിലരൊക്കെ തെറ്റിദ്ധരിക്കുകയും ചെയ്യുമായിരുന്നു. കാരണം പുല്ലുകുളങ്ങര ഗണേശൻ എന്ന ആനയാണ് അക്കാലത്ത് തിരുവിതാംകൂർ മേഖലയിലെ ഉദ്ദണ്ണ പെരുമാളായി വിലസിയിരുന്നത്. മധ്യ കേരളത്തിലേക്ക് എത്തും മുമ്പുള്ള കൊല്ലം വാസത്തിനിടയിൽ ഇടക്കാലത്ത് ഇവൻ കോടീശ്വരൻ ആന എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ലോട്ടറി അടിച്ച് കോടീശ്വരനായ ഒരാൾ പുത്തൻകുളം ഷാജിയിൽ നിന്നും ഇവനെ സ്വന്തമാക്കിയതോടെയാണ് ആനയും കോടീശ്വരനായത്. വല്ലവനും ലോട്ടറി അടിച്ചതിന് താൻ എന്തു പിഴച്ചുവെന്ന് ഇവൻ പലപ്പോഴും പല്ലിറുമിയിട്ടുണ്ടാവും. സാലേ കുത്തേ കമീനെ എന്ന മട്ടിൽ 4 പച്ചത്തറി പറയാമെന്ന് വെച്ചാൽ മലയാളികൾക്ക് മനസ്സിലായിട്ട് വേണമല്ലോ. രാജയും കോടീശ്വരനും കാർത്തികേയനും അർജുനുമായ ഈ ഗജരാജ പെരുമാളിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുകയല്ല, തുടരുക തന്നെയാണ്.